എനിക്ക് പാര വെച്ചിട്ടുള്ളത് അധികവും മലയാളികൾ തന്നെയാ. ആദ്യമൊക്കെ മലയാളം സംസാരിക്കുന്നവരെ കണ്ട സ്വർഗം കിട്ടിയത് പോലെയായിരുന്നു. ഇപ്പോ മലയാളി എന്ന് കേട്ടാ മനുഷ്യന് പേടിയാവുക ചെയ്യണേ. ഏത് വഴിക്കാ മലയാളി പാരാൻ നെഞ്ചത്ത് കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളങ്ങനെ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവെ പറഞ്ഞതാ. പിടിച്ചുപറിക്കാരൻ, കത്തിക്കുത്ത് കേസുകാരൻ, പെമ്പിള്ളേരെ പഴപ്പിച്ച് നാട് വിടുന്നവൻ, ഇങ്ങനെയുള്ള എല്ലാ അലവലാതി മലയാളികളും കള്ളവണ്ടി കയറി ഇങ്ങ് പോരും. അവരുടെയൊക്കെ തറവാടാണല്ലോ മദിരാശിപ്പട്ടണം. ബാലേട്ടാ ഞങ്ങളുടെ കാര്യമല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. സെൻട്രൽ സ്റ്റേഷൻ ചെന്നാ കാണാം കള്ളലക്ഷണമുള്ള മോന്ത, കയ്യിലൊരു എയർ ബാഗ്, ദിവസേന ജാഥയല്ലേ. ബാലേട്ടാ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ പറഞ്ഞതാ. ഈ പൊതുവേ പറഞ്ഞത് മതി. ഞങ്ങൾ ഒരുത്തിയും പിഴപ്പിച്ചിട്ടില്ല, ആരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല. ഞാൻ നിന്നെ പറ്റി എന്നെ പറഞ്ഞേ അതിന്. ഇല്ല ബാലേട്ടാ, ബാലേട്ടൻ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഞാൻ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, പിന്നെയാ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അത് ചുമ്മാ, നാട്ടിലൊക്കെ ബാലേട്ടന് ഊക്കം പേരാ. ഞങ്ങള് ബാലേട്ടനെ പുകഴ്ത്താത്ത ഒറ്റ ദിവസം പോലും ഇല്ല, അല്ലടാ മോനെ രാമദാസ. നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടന് ഇത്രയും എടുക്കില്ലേ? ഞാൻ പിടിക്കാം. വേണ്ട, ഇതുവരെ ഞാൻ തന്നെയല്ലേ പിടിച്ചത്. വേണ്ട വേണ്ട വേണ്ട. ലക്ഷ്മി, ஏன் இவ்வளவு லேட்டு? பசங்க தூங்கியாச்சா? இவங்களா யாரு? உனக்கு தெரியாது, ஊரில் இருந்து வந்திருக்கேன். வா. எதுக்கு? அப்புறம் விவரமாய் சொல்றேன், நீ சாப்பாடு எடுத்து வச்சிடு. ഇതാ. അപ്പൊ സത്യമാണ് കേട്ടത്. എന്ത്? ബാലേട്ടന്റെ ഭാര്യ ഒരു തമിഴത്തിയാണെന്ന് നാട്ടിൽ വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. എന്താ കുഴപ്പം? എനിക്ക് മലയാളികളായിട്ട് ഒരു ഇടപാടില്ലെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ? ലവ് മാരേജ് ആണല്ലേ? എന്ത് മാരേജിനാവട്ടെ, നിങ്ങൾ അടുത്ത പരിപാടി എന്താ? നാളെ തന്നെ സ്ഥലം വിടല്ലേ? ഇത് ബാലേട്ടന്റെ സ്വന്തം വീടല്ലേ, നല്ല സൗകര്യം. ഒരു 5-8 ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം, അല്ലടാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. சாப்பிட்டு வாங்க. അതെ.